നല്ലൊരു സമൂഹത്തിനെ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു തലമുറ ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഒരു നല്ല കുടുംബം വേണം, അല്ലെ? ഈ നല്ല കുടുംബം വേണമെങ്കിൽ അവിടെ എന്താണ്? അവിടെ ഒരു നല്ല അമ്മയും പിള്ളേരും ഉണ്ടായിരിക്കണം. ഈ നല്ല അമ്മയും പിള്ളേരും ഉണ്ടാകണമെങ്കിൽ അവക്ക് ഒരു നല്ല കുടുംബനാഥൻ വേണം, നല്ല ഭർത്താവ് വേണം, നല്ല സാഹചര്യം വേണം, നല്ല സ്നേഹം വേണം, നല്ല പരിപാലനം വേണം. ഇങ്ങനെ പല പല കാര്യങ്ങൾ വേണം, അല്ലെ? നമസ്കാരം. അമ്മ എന്നാൽ സ്നേഹമാണ്, സത്യമാണ്. 99% ആൾക്കാരും അനുഭവിച്ച സ്നേഹത്തിന്റെ അങ്ങേയറ്റമാണ് അമ്മ, അല്ലെ? അതിൽ അമ്മയുടെ സ്നേഹത്തിനപ്പുറം വേറെ ഒരു സ്നേഹവും ഈ 99% ആൾക്കാരും അനുഭവിച്ചു കാണത്തില്ല. ഈ 99 ആൾക്കാരിൽ ഉൾപ്പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എൻ്റെ അമ്മ വലുതായിരുന്നു, സ്നേഹമായിരുന്നു, സത്യമായിരുന്നു. പക്ഷെങ്കില് 1% വരുന്ന സ്ത്രീകൾ തങ്ങൾ പ്രസവിച്ച അല്ലെങ്കിൽ പെറ്റിട്ട ആ മാംസപിണ്ഡത്തിനെ പല തരത്തിൽ ഉപദ്രവിക്കുന്നു, കൊല്ലുന്നു. തികച്ചും നമുക്ക് മനുഷ്യർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അമ്മ കുഞ്ഞിനെ കൊന്നു, അല്ലെങ്കിൽ മകനെ കൊന്നു, മകളെ കൊന്നു എന്നുള്ളത്. കാര്യം തികച്ചും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാര്യം പ്രകൃതി പോലും അമ്മയ്ക്ക് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. അമ്മ എന്ന് പറയുന്നതാണ് പരമസത്യം എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചൊല്ലുണ്ട്, തള്ള ചവിട്ടിയാൽ പിള്ളക്ക് കേടില്ല എന്നുള്ളത്. അതിന്റെ അർത്ഥം അത്രയും ശരീരത്തിലെ വെയിറ്റ് ആ കുട്ടിയുടെ മേത്ത് കയറിയാലും പ്രകൃതി പോലും അതിനെ മറക്കുന്നു എന്നുള്ള ഒരു അർത്ഥമാണ്, അല്ലെ? തള്ള ചവിട്ടിയാൽ പിള്ളക്ക് കേടില്ലെന്ന്. പക്ഷെങ്കിൽ നമ്മൾ ഈ കുറച്ച് ദിവസമായിട്ട് കാണുന്നത് കുറെ ദാരുണമായിട്ടുള്ള കൊലപാതകങ്ങളാണ്. അപ്പോ ഇതിനൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മാനസികമായിട്ട് അവര് നല്ല ഒരു ഹെൽത്തി കണ്ടീഷൻ അല്ലായിരിക്കാം ഒന്ന്. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അവിഹിതം ഉണ്ടായിരിക്കാം, അല്ലെ? അപ്പോൾ മാനസികമായി കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രവൃത്തിയെ ഡൈല്യൂട്ട് ചെയ്യാനോ അതിനെ നിസാരവൽക്കരിക്കാനോ നമുക്ക് കഴിയത്തില്ല. അപ്പോൾ മാനസിക സംഘർഷം എന്താണ് ഉണ്ടാകാൻ സാഹചര്യം? അത് എങ്ങനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യണം? കാര്യം നമ്മൾ മനുഷ്യരല്ലേ, നമ്മളൊരു പ്രകൃതി ജീവിയല്ലേ, സമൂഹ ജീവിയല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യണം എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്കൊരു തോന്നൽ. കാര്യം നിങ്ങളൊരു 3 മാസത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അനവധി ഈ ഡൊമസ്റ്റിക് വയലൻസ് അങ്ങനത്തെയുള്ള സാഹചര്യം ഉടലെടുത്തുകൊണ്ട് വരികയാണ്. നമുക്കറിയാം, ഒരു കുടുംബം എന്ന് പറയുന്ന അതിന്റെ കോർ അല്ലെങ്കിൽ അതിന്റെ ഹാർട്ട്, അതിന്റെ ഒരു പ്രധാന ഏരിയ എന്ന് പറഞ്ഞാൽ അമ്മയും പിള്ളേരുമാണ്, അല്ലെ? ഇപ്പൊ എന്തൊരു കുടുംബമാണേലും അപ്പനുണ്ട്, വല്യപ്പനുണ്ട്, ചിറ്റപ്പനുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും അമ്മയും പിള്ളേരും അടങ്ങുന്നതാണ് അതിന്റെ കോർ, അല്ലെ? അപ്പം ഒരു കുടുംബത്തിന്റെ ഒരു ജനതയുടെ അല്ലെങ്കിൽ അടുത്ത ഒരു തലമുറയുടെ ഒരു ഡെവലപ്മെന്റ് ഈ അമ്മയും കുട്ടികളും ആയിട്ടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലിരിക്കും, അല്ലെ? അപ്പോൾ അമ്മ എത്രത്തോളം സ്നേഹവും വാത്സല്യവും കൊടുക്കുന്നു, കെയർ കൊടുക്കുന്നു, ആ കുട്ടികളെ എത്രത്തോളം നല്ലതായിട്ട് വളർത്തുന്നു എന്ന് അത് അമ്മയ്ക്ക് കിട്ടുന്ന സ്നേഹവും വാത്സല്യവും കരുതലും ഇനി അടിസ്ഥാനമാക്കിയാണ്. നമുക്കറിയാം, ഈ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് അതൊരു ഭയങ്കര വികാര ജീവികളാണ്. അവരുടെ സ്വഭാവം എങ്ങനെ മാറും, എപ്പോൾ മാറും എന്നുള്ളത് നമുക്ക് അല്ലെങ്കിൽ അറിയാൻ പാടാണ്. അപ്പോൾ നല്ലൊരു സമൂഹത്തിനെ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു തലമുറ ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഒരു നല്ല കുടുംബം വേണം, അല്ലെ? ഈ നല്ല കുടുംബം വേണമെങ്കിൽ അവിടെ എന്താണ്? അവിടെ ഒരു നല്ല അമ്മയും പിള്ളേരും ഉണ്ടായിരിക്കണം. ഈ നല്ല അമ്മയും പിള്ളേരും ഉണ്ടാകണമെങ്കിൽ അവക്ക് ഒരു നല്ല കുടുംബനാഥൻ വേണം, നല്ല ഭർത്താവ് വേണം, നല്ല സാഹചര്യം വേണം, നല്ല സ്നേഹം വേണം, നല്ല പരിപാലനം വേണം. ഇങ്ങനെ പല പല കാര്യങ്ങൾ വേണം, അല്ലെ? ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ആ ഒരു കുടുംബം നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. ഞാനിത് സംസാരിക്കാൻ കാര്യം, ഒരു 2-3 മാസമായി നമ്മളുടെ കുടുംബ പശ്ചാത്തലങ്ങൾ താറുമാറായി വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടുണ്ട് സാഹചര്യം. നമുക്കറിയാം, ഒന്നെങ്കിൽ അവിഹിതം ഉണ്ടാകായിരിക്കും ആ കുട്ടിക്ക്, ആ പെണ്ണിന്, അമ്മയ്ക്ക്. അപ്പോൾ ഈ കുട്ടി ഒരു തടസ്സം നിൽക്കുക എന്നുള്ളത്. പക്ഷെങ്കിൽ ആ അവിഹിതം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്യേണ്ട കാര്യമുണ്ട്. കാര്യം നമുക്കറിയാം, ഈ മൊബൈൽ വന്നതിന് ശേഷം കുടുംബ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ അടുപ്പം അല്ലെങ്കിൽ ഒരു ദൃഢത കുറഞ്ഞു വന്നിരിക്കുകയാണ്. പണ്ട് ഒരു 20 വർഷം മുമ്പേ ഒരു അവിഹിതം ഉണ്ടാക്കുന്നതിനൊക്കെ എളുപ്പമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ എന്താ പറ്റുന്നത്? അവിടെ ഒരു കുടുംബം ശിഥിലമാകുകയാണ്. അപ്പൊ ഒന്നേൽ അതായിരിക്കാം, ഇതുവരെ കണ്ടെത്തിയില്ല എന്താ കാര്യം. രണ്ടാമത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ അമ്മ മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയാണോ എന്ന്
നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ അതൊരിക്കലും ഈ ഒരു പ്രവൃത്തിയെ ഒരു സാധൂകരിക്കുന്നതും അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കുന്നതും ആകരുത്. അതിനെ ന്യായീകരിക്കുകയല്ല ഞാൻ. പക്ഷെങ്കിൽ എന്താണ് ഈ മാനസിക അവസ്ഥയിലേക്ക് പോകാൻ ഈ പെണ്ണുങ്ങളെ പ്രേരിപ്പിക്കുന്നത്? അത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നമുക്ക് ചിന്തിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. പല കാര്യം കൊണ്ട് നമുക്ക് അതായത് പെൺകുട്ടിക്ക് മാനസിക ലെവൽ ഉണ്ടാകാം. ഒന്നെങ്കിൽ മെന്റൽ ഹെൽത്ത് ആയിരിക്കാം. ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടാകാം, ബൈപോളാർ, ഷൈസോഫ്രീനിയ. ഇപ്പൊ ഈ ബൈപോളാർ, ഷൈസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഭയങ്കര വട്ട് കയറി അങ്ങ് നടക്കും. അതൊന്നും അല്ലത്. ബൈപോളാർ എന്ന് പറയുന്ന അത്രയ്ക്ക് അപകടകരമാകാനുള്ള ചാൻസ് കുറവാണ്, രണ്ട് സ്വഭാവത്തിലേക്ക് കിടക്കുക. പിന്നെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു വർഷത്തിനോടിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ആഴ്ചകൾക്ക്, പ്രസവത്തിന് ശേഷം ആഴ്ചകൾക്കകം ഇതുണ്ടാകുന്നതാണ്. അത് ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു ഘടകമാണ്. ഇപ്പൊ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ കൂടിക്കൊണ്ട് വരികയാണ്. പണ്ട് നമുക്കൊരു ആചാരം ഉണ്ടായിരുന്നു. ഈ പെണ്ണ് ഗർഭിണിയായി 7-ാം മാസം വീട്ടിൽ സ്വന്തം പെണ്ണിന്റെ വീട്ടുകാർ വന്ന്, അതിനൊരു ചടങ്ങിന് പല രാജ്യത്ത് പല പേരുണ്ട്, പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകും. സത്യം പറഞ്ഞ കാർന്നോന്മാർ കണ്ടിരിക്കുന്ന ഒരു ഘടകം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെണ്ണിന്റെ മാനസിക ആരോഗ്യം അവിടെ സംരക്ഷിക്കപ്പെടുകയാണ്. ഈ പ്രസവത്തിനോട് ശേഷം സ്വന്തം അമ്മയും അച്ഛനും ആങ്ങളമാരും അല്ലെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ഉള്ളപ്പോൾ ആ കുട്ടിക്ക് ഭർത്ത വീട്ടിൽ നിൽക്കുന്നതിനെ കഴിഞ്ഞ് കൂടുതൽ സന്തോഷവും വാത്സല്യവും ലഭിക്കുകയാണ്. അപ്പൊ അത് ഒരു പരിധി വരെ ഒത്തിരി ഭർത്താവും കൂടെ കൂടണം, ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറയ്ക്കാൻ കഴിയും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് കുറവായി വരികയാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭയങ്കര ട്രോമ ഉണ്ടായിരിക്കാം, സ്ട്രെസ് ഉണ്ടായിരിക്കാം. ഈ സ്ട്രെസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ട്രോമയും ക്രിയേറ്റ് ചെയ്യാൻ ഒരു പ്രധാന കാര്യമാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ്. അതിലേക്ക് നയിക്കും. ഇപ്പം തന്നെ ജിസ്മോളുടെ മരണം, ആ കുട്ടി ഭയങ്കരമായിട്ട് LLB LLM കാരിയാണ്. അതുപോലെ തന്നെ ഷൈനി നേഴ്സാണ്. അപ്പൊ ഇവർ ഭയങ്കരമായിട്ട് ഡൊമസ്റ്റിക് വയലൻസിൽ കൂടെ കടന്നുപോയ ആൾക്കാരാണ്. ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാകുമ്പോൾ എന്താവും? ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ചുള്ള അവർക്ക് നിരാശയും ഡിപ്രഷനും സെൽഫായിട്ട് സ്നേഹവും ഒന്നും ഉണ്ടാകത്തില്ല. അവർക്ക് എങ്ങനെയും മരിക്കണമെന്നുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അവിടെ എന്താ പറ്റുന്നത്? ഡൊമസ്റ്റിക് വയലൻസിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കുടുംബത്തിന്റെ കോറായിട്ടുള്ള അമ്മയും പിള്ളേരിലും സ്ട്രെസ് കണ്ടീഷൻ ഉണ്ടാകുക, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ പേഴ്സണൽ സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഐസൊലേഷൻ. കൂട്ടുകാരും മിണ്ടത്തില്ല, വീട്ടുകാരും മിണ്ടത്തില്ല, ബാക്കി ആരും മിണ്ടുന്നില്ല. ഈ കുട്ടിക്ക് അങ്ങനെ തോന്നുക, ഒരു ഐസൊലേഷൻ തോന്നുക. ആ കുട്ടിക്ക് എപ്പോഴത്തേക്കും തോന്നുക, ഓ ഞാനും എൻ്റെ കുട്ടി എങ്ങനെ, എന്തിനാണ് താമസിക്കുന്നത്, അതൊക്കെ ഉണ്ടാകുക. പിന്നെ ഭർത്താവിന്റെ ചില ആണുങ്ങളും ഇതിനകത്ത് ഘടകമാണ്. കാര്യം അവരൊരു പുരുഷൻ എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് സംരക്ഷണവും സ്നേഹവും വാത്സല്യവും കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ്. അതിനുള്ള കടമയുണ്ട്. അപ്പൊ അതൊക്കെ കുറയുമ്പോൾ ഈ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ അമ്മയ്ക്കും പിള്ളേർക്കും സ്ട്രെസ് ഉണ്ടാകാം, ഇങ്ങനെ ഉണ്ടാകാം. ഇപ്പൊ നമ്മൾ ഈ കണ്ടുവരുന്ന, നമുക്ക് പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡൊമസ്റ്റിക് വയലൻസ് കുറയ്ക്കുക. അതല്ലാതെ നമുക്കറിയാം, ഗവൺമെന്റിന് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അമ്മയ്ക്കും പിള്ളേർക്കും വേണ്ടിയുള്ള. അതായത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ, അതാരും കണ്ടില്ല, 10 പേരെ കണ്ടിട്ടുള്ളൂ, അതിനകത്ത് SC/ST കമ്മീഷനെ പറ്റി ഞാൻ പറയുന്നത്. ജിസ്മോളുടെ കേസിനെ അടിസ്ഥാനമാക്കി ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിനകത്ത് ഞാൻ വുമൺ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ പറ്റി പറയുന്നുണ്ട്. സത്യത്തില് ഇതൊക്കെ ഈ അതായത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു വലിയൊരു ബോർഡാണ്, ഗവൺമെന്റിന്റെ ബോർഡാണ്. ഈ ബോർഡിന്റെ ഉത്തരവാദിത്വം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അനവധി ഉത്തരവാദിത്വമാണുള്ളത്. ഈ ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു അമ്മയും കുഞ്ഞിനെയും എങ്ങനെ മാനസികവും ശാരീരികവുമായിട്ട് സംരക്ഷിക്കപ്പെട്ട്, അവരൊരു ട്രോമയിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു വയലൻസിൽ കൂടെ പോവുകയാണെങ്കിൽ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് റീഹാബിലിറ്റേഷൻസ് കൊടുത്തുകൊണ്ട് ഒരു നല്ല ജനതയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ഒരു പരിപാടി. നിങ്ങൾക്കറിയാം, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അങ്ങനെ അങ്ങോട്ടൊക്കെ, എനിക്ക് ഹിന്ദി അറിയത്തില്ല, പൊട്ടനാണ് ഞാൻ. നരേന്ദ്രമോദി പറയുമല്ലോ. ഇതൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. കേരള സർക്കാരിന്റെയാണ് ഈ ഒരു ബോർഡ്, ഡെവലപ്മെന്റ് ബോർഡ്. ഈ ബോർഡ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വകുപ്പിൽ പോലീസ് സ്റ്റേഷനുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ സ്ട്രെസ് അല്ലെങ്കിൽ ഈ ഇതുപോലത്തെ സാഹചര്യം, മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നതും അല്ലെങ്കിൽ ട്രോമ അനുഭവിക്കുന്ന കുടുംബത്തിനെ, അതായത് അമ്മയും കുഞ്ഞിനെയും രക്ഷിച്ചുകൊണ്ട്
അവർക്ക് നല്ലൊരു റീഹാബിലിറ്റേഷൻ കൊടുക്കുക എന്നുള്ളത് പ്രധാന കടമയാണ്. നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്, ഈ ഓരോ എറണാകുളത്തൊക്കെ പോയാലും അല്ലെങ്കിൽ പ്രധാന സിറ്റിയിലൊക്കെ പോയാലും ഒരു പിങ്ക് വാഹനം AC ഒക്കെ ഇട്ട് അതിനകത്ത് 2-3 പോലീസുകാരികൾ, വനിതാ പോലീസുകാരികൾ വർത്താനം പറഞ്ഞുകൊണ്ട് ചിരിച്ച് കളിച്ച് ഇരിക്കുക. ആശാമാര് എന്താവശ്യത്തിനാണ് ഈ പോലീസ് പെണ്ണുങ്ങളെ ഇങ്ങനെ നടത്തുന്നത്? യാതൊരു ആവശ്യവുമില്ല. എൻ്റെ അറിയാവുന്ന ഒരു ചേച്ചിക്ക് വേണ്ടി ഞാൻ അവർക്കൊരു ഒരു വിഷയമുണ്ടായി. ആൾക്കാര് എന്തോ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു വിഷയമുണ്ടായി. ഞാൻ ഈ പിങ്ക് പോലീസിനെ വിളിച്ച് കാര്യം അറിയിച്ചപ്പോൾ അവര് ചോദ്യങ്ങൾ ഉന്നയിക്കുവാണ് ഇങ്ങോട്ട്. അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ സമയമില്ല. നമുക്ക് നേരിട്ട് ഉള്ള അനുഭവമാണിത്. അവർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, അവർക്ക് അഹങ്കാരം വരുത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രസ്ഥാനം പെണ്ണുങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുന്നതാണ്. അവർക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ് ഈ വകകളെ. ഇവളുമാരെ അല്ലെങ്കിൽ ഈ നിയമപാലകരെ എന്താ എടുക്കും? അവർ AC ഒക്കെ ഇട്ട് പോയി അവിടെ ഇരുന്ന് സംസാരിക്കും. ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എവിടെയേലും ഈ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി ഒരു സെപ്പറേറ്റ് വിങ് അല്ലെങ്കിൽ അതിനായിട്ട് സ്പെഷ്യലൈസ്ഡ് ചെയ്ത ഏതെങ്കിലും വനിതാ പോലീസിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടെയേലും ഇപ്പൊ എൻ്റെ ഈ വീഡിയോ കാണുന്ന കുടുംബിനികള് അവര് വഴക്ക് ഉള്ളവരായിരിക്കാം. അവര് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തവരായിരിക്കാം. പോലീസ് എന്താ ചെയ്യുന്നത്? ഭർത്താവിനെ വിളിച്ചു, എടവേ അങ്ങനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ഇച്ചിരി ഒന്ന് അടങ്ങണ്ടേ, നിങ്ങളും അങ്ങനെയാണോ പോണ്ടേ? ഇതാണ് അവിടെ നടക്കുന്നത്. സത്യത്തിൽ അതല്ല അവിടെ നടക്കുന്നത്. അവിടെ നടക്കേണ്ടത് അതല്ല. ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യം. വുമൺ ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഘടകം, ആ ഒരു ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ്, വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഡിപ്പാർട്ട്മെന്റ് പോലീസ് സ്റ്റേഷനും സെൽഫ് ഗവൺമെന്റ്, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അവരുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ലോ എൻഫോഴ്സിംഗ് ഏജൻസിയായി മാറുകയാണ് ചെയ്യുന്നത്. ഈ പോലീസ് സ്റ്റേഷനും വുമൺ ചൈൽഡ് ഡെവലപ്മെന്റ് ബോർഡും കൂടെ ചേർന്നുകൊണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റും കൂടെ ചേർന്നുകൊണ്ട് ഒരു ലോ എൻഫോഴ്സിംഗ് ഏജൻസിയായി മാറുകയാണ്. കാര്യം, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരാണെങ്കിലും ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഗാർഹിക പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യണം. പോലീസ് സ്റ്റേഷനിലുപരി ഈ വുമൺ ചൈൽഡ് ഡെവലപ്മെന്റ് ബോർഡിലും കൂടെ പറയണം. അവർ പഞ്ചായത്ത് മെമ്പർക്കും ഇതിനകത്ത് ഇടപെട്ട് ഈ കുടുംബത്തിന് ഒരു ദൃഢതയും നന്മയും കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള എല്ലാവിധ നിയമവശങ്ങളും ഉണ്ട് അവർക്ക്. ഒരു ലോ എൻഫോഴ്സ്മെന്റ്, അതായത് പോലീസ് സ്റ്റേഷൻ, പഞ്ചായത്ത്, ഈ പറയുന്ന വുമൺ ചൈൽഡ് കമ്മിറ്റി ഡിപ്പാർട്ട്മെന്റ് കൂടെ ഏകീകരിച്ചുകൊണ്ട് ഏതൊരു കുടുംബത്തിൽ വീഴ്ച ഉണ്ടായോ അവരെ കൗൺസിലിംഗിലും കൂടെയും നിയമ നടപടിയിലും കൂടെയും പിന്നെ റീഹാബിലിറ്റേഷനിൽ കൂടെയും അവർക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു കമ്മിറ്റി വല്ല ഗവൺമെന്റ് ഉണ്ട്. ഇവിടെ പണ്ടേ ആൾക്കാരത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊന്നും നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓർക്കും, ഒരു പഞ്ചായത്ത് മെമ്പർ ജയിച്ചു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? അവിടെ വഴി നന്നാക്കണം, പിള്ളേർക്ക് മുട്ട കൊടുക്കണം അംഗൻവാടി കൂടെ, അല്ലെങ്കിൽ പൊടി കൊടുക്കണം അംഗൻവാടി കൂടെ, ഇമ്മ്യൂണൈസേഷൻ എടുക്കണം അംഗൻവാടി കൂടെ, അല്ലെങ്കിൽ ഈ ആശാവർക്കരെ നിർത്തി അത് ചെയ്യണം, വഴിവിളക്ക് കത്തിക്കണം, മറ്റേത് ചെയ്യണം. ഇതിനെല്ലാം ഉപരി ഒരു നല്ല കുടുംബം വാർത്തെടുക്കാൻ വേണ്ടി ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റും സഹകരിച്ച്, പോലീസ് സ്റ്റേഷനും സഹകരിച്ചുകൊണ്ട് ഈ വുമൺ ചൈൽഡ് ഡെവലപ്മെന്റ് ബോർഡുമായിട്ട് സഹകരിച്ച് ഒരു നല്ല കുടുംബത്തിനെ വാർത്തെടുക്കാനുള്ള ഒരു ജോലിയും കൂടെ ഇപ്പൊ ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനുണ്ട്. ഇവിടെ ജിസ്മോളുടെ കേസ്, അവർ അത്രയും വലിയൊരു ലോയർ, വിദ്യാസമ്പന്നയാണ്. ഈ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്ക് ഒരു കടമയുണ്ട്. അവിടെ ഗാർഹിക പീഡനം എവിടെ നടക്കുന്നുണ്ടെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യണം. പോലീസ് സ്റ്റേഷൻ അത് റിപ്പോർട്ട് ചെയ്യണം. ലോ എൻഫോഴ്സ്മെന്റ് നടത്തണം. തന്മൂലം നാളെ ഒരു ജിസ്മോളോ ഷൈനിയോ ഈ പറയുന്ന ഒരു ശിശു മരണമോ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്താ സുഹൃത്തുക്കളെ വിചാരിക്കേണ്ടത്? ഇവിടെ നമുക്ക് വേണ്ടി തന്നെ ഗവൺമെന്റ് പല ഡിപ്പാർട്ട്മെന്റും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ജീവിതം നന്മയാക്കാനും നമ്മുടെ ജീവിത സാഹചര്യം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും. ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല.
അതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് SC/ST കമ്മീഷൻ. ആ ബിന്ദു എന്ന് പറയുന്നവരെ ക്രൂരമായിട്ട് പോലീസ് പീഡിപ്പിച്ചു, മാനസികമായി കള്ളീന്നാക്കി. ആരും ചോദിക്കാനില്ല. അതിനോടുപരി അതുപോലെ തന്നെ ഒരു ബോർഡ് ഉണ്ട് ഇവിടെ, വുമൺ ചൈൽഡ് ഡെവലപ്മെന്റ് ബോർഡ്. അപ്പോ അവരും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, പോലീസ് സ്റ്റേഷനും കൂടെ ചേർന്ന് നല്ലൊരു കുടുംബത്തിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അവരുടെ കടമയാണ്, അവരുടെ ജോലിയാണ്. അതുപോലെ തന്നെ ഓരോ പോലീസ് സ്റ്റേഷനും ട്രെയിൻഡ് ആൻഡ് കപ്പാസിറ്റി ബിൽഡ് ആയിട്ടുള്ള ഈ ഫാമിലി മാറ്റേഴ്സിനെ ഡിസ്കസ് ചെയ്യാനുള്ള പോലീസുകാരന്മാരുണ്ട്, അല്ലെ വനിതാ പോലീസുണ്ട്. ഇതൊന്നും നമുക്ക് അറിവില്ല, കാണുന്നില്ല. അപ്പോ നമുക്ക് നല്ലൊരു കുടുംബം അല്ലെങ്കിൽ നല്ലൊരു ജനതയെ നാളെ വാർത്തെടുക്കാൻ ഇവിടെ സർക്കാർ, പോലീസ് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നാളെ ഒരു കല്യാണി ഉണ്ടാകാതെ ഇരിക്കുള്ളൂ, ജിസ്മോൾ ഉണ്ടാകാതെ ഇരിക്കുള്ളൂ, ഷൈനി ഉണ്ടാകാതെ ഇരിക്കുള്ളൂ, കൊലപാതകങ്ങളും മരണങ്ങളും ഇവിടെ നടക്കാതെ ഇരിക്കുകയുള്ളൂ, അല്ലേ? അപ്പോ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് സ്ട്രക്ചറിനെ പറ്റി എപ്പോഴും അവബോധവും ഓർമ്മയും വിവരവും ഉണ്ടായിരിക്കണം. എന്ത് തെറ്റ് കണ്ടാലും അത് ചൂണ്ടിക്കാണിക്കണം, അത് കംപ്ലൈന്റ് ചെയ്യണം. നാളെ ഒരിക്കലും ഒരു ശിശുമരണമോ അമ്മയും പിള്ളേരും മരിക്കുന്നതോ ഉണ്ടാകാതിരിക്കാൻ മാക്സിമം നമ്മൾ ഈ പഞ്ചായത്തിന്റെയും പോലീസ് സ്റ്റേഷന്റെയും ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിന്റെയും സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ഈ വീഡിയോയിൽ കൂടെ എനിക്ക് പറയാനുള്ളത്.